നമസ്കാരം. PS6 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരു LDC മോക്ക് ടെസ്റ്റാണ്. അതായത് തൊഴിൽ വേദിയിൽ നമ്മുടെ മൻസൂർ അലി സാർ തയ്യാറാക്കിയ LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഇടുക, അല്ലെങ്കിൽ ഒരു ലവോ എന്തെങ്കിലും ഒരു തംസപ്പോ എന്ത് വേണമെങ്കിൽ ഇടാം. ഓക്കെ, അത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് പറയാം. എത്തരത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക, കമൻറ്റ് രൂപത്തിൽ പങ്കുവെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേടാ? യെസ്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചൂടെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സബ് മീറ്റർ റെസൊല്യൂഷൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഏത്? TSAT-1A. ഏതാണ്? TSAT-1A. അപ്പം സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സബ് മീറ്റർ റെസൊല്യൂഷൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരാണ് TSAT-1A. TSAT-1A. ഓക്കെ അല്ലേ? എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മിറാജിൽ നിർമ്മിച്ച സിത്താറിനും താൻപുരയ്ക്കും ഈയിടെ GI ടാഗ് ലഭിച്ചു അല്ലേ? ഇനി മിറാജ് നഗരം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അതെവിടെയാണ്? അത് മഹാരാഷ്ട്ര. എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പം മിറാജ് നിർമ്മിച്ച സിത്താറിനും താൻപുരയ്ക്കും ഈയിടെ GI ടാഗ് ലഭിച്ചു. മിറാജ് നഗരം ഏത് സംസ്ഥാനത്താണ്? മിറാജ് അത് ഗുജറാത്താണ്. ഓക്കെ അല്ലേ? എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2024 ഏപ്രിൽ സാഗർ കവച് എന്ന പേരിൽ തീരദേശ സുരക്ഷാ അഭ്യാസം നടന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം എവിടെയാണ്? നമുക്കറിയാം അതെവിടെയാണ്? അത് ലക്ഷദ്വീപ്. അപ്പം 2024 ഏപ്രിൽ സാഗർ കവച് എന്ന പേരിൽ തീരദേശ സുരക്ഷാ അഭ്യാസം നടന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് കൂട്ടുകാരെ? അത് ലക്ഷദ്വീപാണ്. ഏതാണ്? ലക്ഷദ്വീപ്. ഓക്കെ അല്ലേടാ? എങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചരക്കു കൈകാര്യം ചെയ്തത് ഇന്ത്യയിലെ ഏത് തുറമുഖമാണ്? ഏത് തുറമുഖമാണ്? നമുക്കറിയാം അത് പാരാദ്വീപ് തുറമുഖം. ഇവിടെ ഒഡീഷ. അപ്പം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചരക്കു കൈകാര്യം ചെയ്തത് ഇന്ത്യയിലെ ഏത് തുറമുഖമാണ്? ഓപ്ഷൻ സി പാരാദ്വീപ് തുറമുഖം. എവിടെയാണ്? ഒഡീഷ. ഓക്കെ അല്ലേ? എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് ഏത്? ആടുജീവിതം. ആടുജീവിതം. മഞ്ഞുമൽ ബോയ്സ് എഴുതിയേക്കല്ലേ? അപ്പം മഞ്ഞുമൽ ബോയ്സ് എന്താണ്? 200 കോടി ക്ലബിലാണ് അല്ലേ? മഞ്ഞുമൽ ബോയ്സ് 200 കോടി ക്ലബിലാണ്. അപ്പം ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം എന്ന് ചോദിച്ചാൽ പറയണം അത് ആടുജീവിതം. ആടുജീവിതം. ഓക്കെ. എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? അത് HDFC ബാങ്ക്. ഏതാണ്? HDFC ബാങ്ക്. ലക്ഷദ്വീപിൽ ശാഖ ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. ഓക്കെ അല്ലേ? അപ്പം അതിൻ്റെ ഒരു ചെറിയ കാര്യം പറയാം. നമ്മുടെ PS6 ടെലഗ്രാം ചാനലിൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ ഫ്രീ ആയിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ലൈവ് സെഗ്മെന്റ് നടക്കുന്നുണ്ട്. ഒരു കമ്പൽസറി മെത്തേഡിലാണ് ആ ലൈവ് സെക്ഷൻ നടക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക. അപ്പം ടെലഗ്രാം ചാനലിന്റെ ലൈവ് മെയിൻ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക, അതുപോലെ ചാറ്റ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക, അതുപോലെ PS6 മെയിൻ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഓക്കെ. എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഏഴാമത്തെ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ നഗരം ഏത്? 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് എവിടെയാണ്? അത് ഓപ്ഷൻ ബി തമിഴ്നാടാണ്. എവിടെയാണ്? തമിഴ്നാട്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ നഗരം ഏതാണ്? അത് തമിഴ്നാട്. എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? നമുക്കറിയാം അത് MT വാസുദേവൻ നായരാണ്. ആരാണ്? MT വാസുദേവൻ നായർ. അപ്പം പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവാരാണ്? അത് MT വാസുദേവൻ നായർ. ഓക്കെ. എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ
2024 ലോകാരോഗ്യ ദിനത്തിന്റെ ആപ്തവാക്യം എന്താണ്? 2024 ലോകാരോഗ്യ ദിനത്തിന്റെ ആപ്തവാക്യം എന്താണ് കൂട്ടുകാരെ? യെസ്, മൈ ഹെൽത്ത് മൈ റൈറ്റ്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ് 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ ആപ്തവാക്യം, തീം. ഓക്കെ അല്ലേ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഏപ്രിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? 2024 കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? അത് നമ്മുടെ കേരള ഹൈക്കോടതി. ഏതാണ്? കേരള ഹൈക്കോടതി. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യൻ വ്യോമസേന, എന്താണ് ഇന്ത്യൻ വ്യോമസേന IGLA-S എന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയത് ഏത് രാജ്യത്ത് നിന്നുമാണ്? യെസ്, ഏതാണ്? റഷ്യയിൽ നിന്നും. അപ്പം ഇന്ത്യൻ വ്യോമസേന IGLA-S എന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയത് ഏത് രാജ്യത്ത് നിന്നുമാണ്? അത് റഷ്യയിൽ നിന്നുമാണ്. റഷ്യയിൽ നിന്നുമാണ്. ഓക്കെ അല്ലേ? എങ്കിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനും വിവിധ അനുമതികൾ നേടുന്നതിനും സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേര് എന്താണ് കൂട്ടുകാരെ? അത് സുവിധ എന്നാണ്. അപ്പം സുവിധ ആപ്പ് എന്താണ്? സുവിധ ആപ്പിന്റെ പ്രയോഗം എന്താണ്? സുവിധ ആപ്പ്. യെസ്. അപ്പം തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനും വിവിധ അനുമതികൾ നേടുന്നതിനും സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് സുവിധ. സുവിധ. ഓക്കെ അല്ലേ? എങ്കിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2023-24 സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ്? 2023-24 സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഏതാണ്? അത് മുഹമ്മദൻ സ്പോർട്ടിംഗ് കമ്പനിയാണ്. എന്താണ്? സ്പോർട്ടിംഗ് കമ്പനി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് ഉത്തരം. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഒക്കെ, ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ രാത്രി 10 മണിക്കുള്ള ലൈവ് സെഗ്മെന്റിൽ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഇതിനൊക്കെ ഇന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചരിത്രത്തിൽ ആദ്യമായി ഫോബ്സിന്റെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത ആരാണ്? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോബ്സിന്റെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ പറയണം, അത് സാറ ജോർജ് മുത്തൂറ്റാണ്. ആരാണ്? സാറ ജോർജ് മുത്തൂറ്റ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വിജിലൻസ് നടത്തിയ പരിശോധന എന്ത്? സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? അത് ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഓപ്ഷൻ എ ഓപ്പറേഷൻ മൂൺലൈറ്റ്. സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ് കൂട്ടുകാരെ? അത് ഓപ്പറേഷൻ എന്താണ്? മൂൺലൈറ്റ്. ഓപ്പറേഷൻ മൂൺലൈറ്റ്. എങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയത് ആരാണ്? നമുക്കറിയാം അതാരാണ്? അത് ക്ലോഡിയ ഗോൾഡിൻ. നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പം ഗോൾഡിന് വില കൂടുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി നല്ല നിലയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഗോൾഡ് ഒക്കെ വാങ്ങാൻ വേണ്ടി പറ്റൂ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു അല്ലേ? അപ്പം 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? അത് ക്ലോഡിയ ഗോൾഡിൻ. ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. എങ്കിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്ത തലനാട് എന്നാണ്. തലനാട് സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? അപ്പം 2023 ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്ത തലനാട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കൂട്ടുകാരെ? അത് ഓപ്ഷൻ ബി കോട്ടയമാണ്. ഓപ്ഷൻ ബി കോട്ടയമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ 2023 ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്ത തലനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് കോട്ടയം. എങ്കിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 18ാമത്തത്, ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗം ഏതാണ്? എന്നാണ് ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗം ഏതാണ്? നമുക്കറിയാം അത് വാനരവസൂരിയാണ്. വാനരവസൂരി. ഓപ്ഷൻ ഡി ആണ് ശരിയായ പേര്. അപ്പം ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗം ഏതാണ് കൂട്ടുകാരെ? അത് ഓപ്ഷൻ ഡി വാനരവസൂരിയാണ്. എങ്കിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 19ാമത്തത്, 2024 അന്തരിച്ച 2013 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ജേതാവാണ് ആര്? ഓപ്ഷൻ എ പീറ്റർ ഡബ്ല്യു ഹിഗ്സ്. ആരാണ്? പീറ്റർ ഡബ്ല്യു ഹിഗ്സ്. 2024 അന്തരിച്ച 2013 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാവാണ് ആര്?
പീറ്റർ ഡബ്ല്യു ഹിഗ്സ്. ഓക്കെ, എങ്കിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 ലോക സൈബർ ക്രൈം റിപ്പോർട്ടിൽ ലോക സൈബർ ക്രൈം ആണ് സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 10 എത്രയാണ്? ഓപ്ഷൻ ബി 10 ശരിയായിട്ടുള്ള ഉത്തരം. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെടാ? അത് 10. ഓക്കെ, എങ്കിൽ 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ നേതാക്കൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിൽ നിന്നും പിന്നോക്കം പോയതിനുള്ള ശരിയായ കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിൽ നിന്നും പിന്നോക്കം പോയ ദേശീയ നേതാക്കളെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിൽ നിന്നും പിന്നോക്കം പോകാനുള്ള ശരിയായ കാരണങ്ങൾ ഏതൊക്കെയാണ്? അപ്പം ഒന്നാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുമെന്ന് നമ്മുടെ നേതാക്കൾ ആശങ്കപ്പെട്ടു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പം ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ രാജ്യത്തെ ചെറിയ ചെറിയ പല കഷ്ണങ്ങളാക്കും, രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുമെന്ന് നമ്മുടെ നേതാക്കൾ ആശങ്കപ്പെട്ടു. യെസ്, അതുകൊണ്ട് അതൊരു കാരണമാണ് എന്തിന് നേതാക്കൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കുന്നതിൽ നേതാക്കൾ പിന്മാറാനുള്ള ഒരു കാരണം ഇതാണെങ്കിൽ, രണ്ടാമത്തെ കാരണം നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയ പൂർത്തിയാകാതിരുന്നതുകൊണ്ടും ഇതൊരു കാരണമാണ്. ദേശീയ നേതാക്കൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ആശയത്തിൽ നിന്നും പിന്നോക്കം പോകാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. അപ്പം ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ഓപ്ഷൻ എ 1, 2 ശരിയാണ്. ഓക്കെ, എങ്കിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 22ാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യം. 22ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? അത് രാമകൃഷ്ണ മിഷൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? അത് രാമകൃഷ്ണ മിഷൻ ആണ്. ഏതാണ്? രാമകൃഷ്ണ മിഷൻ. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വ്യവസായ വിപ്ലവത്തിന്റെ ശരിയായ ഫലങ്ങൾ എന്തെല്ലാം ആണെന്ന് ചോദിച്ചതാണ്. വ്യവസായ വിപ്ലവത്തിന്റെ ശരിയായ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ അല്ലേ? അപ്പം ഫാക്ടറി സമ്പ്രദായത്തിന്റെ ആവിർഭാവം വ്യവസായ വിപ്ലവത്തിന്റെ ശരിയായ ഫലമാണോ? യെസ്, അത് ശരിയാണ്. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്താണ്? ഫാക്ടറി സമ്പ്രദായം ആരംഭിച്ചു. ഇനിയോ കുറ്റൻ വ്യവസായ നഗരങ്ങളുടെ വളർച്ച, അതും ശരിയാണ്. ഇനിയോ മൂന്നാമത്തെ പ്രസ്താവന വ്യവസായ മുതലാളിമാർ എന്ന പുതിയ വർഗത്തിന്റെ ഉത്ഭവം, അതും ശരിയാണ്. ഇനിയോ പുതിയ കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ഇവ 4 ശരിയാണ്. അപ്പം വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഫാക്ടറികൾ ഉയർന്നു വന്നു, കുറ്റൻ വ്യവസായ നഗരങ്ങൾ ഉയർന്നു വന്നു, ഫാക്ടറി സമ്പ്രദായം ഉയർന്നു വന്നു. അങ്ങനെ വ്യവസായ മുതലാളിമാരും വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഉയർന്നു. അതുപോലെ തന്നെ ഈ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന അധിക സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് പുതിയ കമ്പോളങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ പുതിയ കമ്പോളങ്ങളും വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായി. ഓക്കെ അല്ലേടാ? ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ്. പലതവണ ചോദിച്ചു. പുലയലഹള നടന്ന വർഷം എന്നാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുലയലഹള നടന്ന വർഷം. ഓപ്ഷൻ സി 1915. 24 ഓപ്ഷൻ സി 1915 ആണ് പുലയലഹള നടന്ന വർഷം. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 25ാമത്തെ ക്വസ്റ്റ്യൻ കൊച്ചി രാജ്യം എന്താണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്നാണ് പറഞ്ഞത്? യെസ്, 1941 ജനുവരി 26 സ്ഥാപിതമായി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിതമായത് 1941 ജനുവരി 26. അത് ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ ആദ്യ വാർഷിക സമ്മേളനം അങ്കമാലിയിലാണ് നടന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവനയോ കൊച്ചിയിൽ ഉത്തരവാദ ഭരണം ആരംഭിച്ചതിനെ തുടർന്ന് പിരിച്ചുവിട്ടു. ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചിയിൽ ഉത്തരവാദ ഭരണം ആരംഭിച്ചതിന് ശേഷം പിരിച്ചുവിടേണ്ടി വന്നു. ഈ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന. ഓക്കെ അല്ലേ? ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ജലാശയങ്ങൾ ഏതെല്ലാം ആണ് എന്നാണ് ചോദിച്ചത്. എന്താണ് ഇന്ത്യയിലെ എന്താണ് ചോദ്യം? 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി
പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ കായലുകൾ ശരിയാണ്. ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ ശരിയാണ്. ഇനിയോ ഗംഗാ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും അതും ശരിയാണ്. ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ അതും ശരിയാണ്. അപ്പം ഇന്ത്യയിലെ വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ജലാശയങ്ങൾ കേരളത്തിലെ കായലുകളും ആന്ധ്ര തമിഴ്നാട് പ്രദേശങ്ങളിലെ ബക്കിംഗ്ഹാം കനാലും ഗംഗാ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും അതുപോലെ തന്നെ ഗോവയിലെ മണ്ടോവി സുവാരി നദികളും ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ അല്ലേടാ? ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അത് ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. എങ്കിൽ 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 28ാമത്തെ ക്വസ്റ്റ്യൻ ഇടനാടുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ പറ്റില്ല. എന്താണ്? മലനാട്. കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 3 തരംതിരിക്കാം. ഏതാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അങ്ങനെയാണെങ്കിൽ ഈ ഇടനാടുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഇടനാട് എന്നാണ് പറഞ്ഞത്. അത് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ 1 ശരിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള ഭൂപ്രദേശം ഏതാണ്? അത് ഇടനാടാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ ധാരാളമായി ലഭിക്കുന്ന മഴ ഇടനാട്ടിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ കരേവ മണലിന്റെയും നദീതടങ്ങളിലെ ചെമ്മണ്ണിന്റെയും കനത്ത ആവരണം എന്നിവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ? ഇനിയോ 3ാമത്തെ പ്രസ്താവന ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇടനാട്ടിലെ ഭക്ഷ്യവൈവിധ്യത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ഇടനാട്ടിലെ ജനങ്ങളുടെ ഭക്ഷ്യത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? റബ്ബർ കൃഷിക്ക് നമുക്കറിയാം, അത് റബ്ബർ കൃഷിക്ക് ഏറ്റവും ഇടനാടാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഏതാണ്? ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അത് ഇടനാടാണ്. അതിൽ 1, 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരി. അതായത് ഓപ്ഷൻ എ ആണ് ശരി. ഓക്കെ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ദിവസം എന്നാണ്. അത് ജനുവരി 3 എന്നാണ്. ജനുവരി 3 ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏതാണ്? അത് ജനുവരി 3 ആണ്. എങ്കിൽ 30ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏഷ്യ വൻകരയുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി 1ാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? 1ാമത്തെ പ്രസ്താവന ഇന്ത്യൻ മഹാസമുദ്രത്തിന് തെക്കായി അപ്പം 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണ് 1ാമത്തെ പ്രസ്താവന പറഞ്ഞത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന് തെക്കായിട്ട് ഏഷ്യ വൻകര സ്ഥിതി എന്ന് പറഞ്ഞത് തെറ്റാണ്. തെക്കല്ല, ഇത് ഭാഗത്ത് വടക്കാണ്. ഇനിയോ 2ാമത്തെ പ്രസ്താവന എന്താണ് പറയുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. അത് ശരിയായ പ്രസ്താവനയാണോ? ഇനിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന വൻകരയും ഏതാണ്? അത് ഏഷ്യയാണ്. അതും ശരിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും ഏഷ്യയിലാണ്. ഇനി 4ാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്? പനാമ കനാൽ ഏഷ്യയെയും ആഫ്രിക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ്? പനാമ കനാൽ ഏഷ്യയെയും ആഫ്രിക്കയെയും തമ്മിൽ ബന്ധിക്കുന്നു. അത് തെറ്റാണ്. പനാമ കനാൽ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. ഏത്? പനാമ കനാൽ. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ 2, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. ഇനിയോ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റീജിയണൽ റൂറൽ ബാങ്കിന്റെ RRB റീജിയണൽ റൂറൽ ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാണ് കൂട്ടുകാരെ? അത് നരസിംഹ കമ്മിറ്റി. നരസിംഹ കമ്മിറ്റി. അപ്പം റീജിയണൽ റൂറൽ ബാങ്കിന്റെ അതായത് RRB രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാണ്? അത് നരസിംഹ കമ്മിറ്റി. ഓക്കെ അല്ലേടാ? ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 32ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? യെസ്, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ശരിയല്ലേ? യെസ്, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ഇനിയോ ദേശീയ വികസന സമിതിയുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതിയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, ഇനിയോ ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് പകരം രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനിയോ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ഈ 32ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-ആണ്. ദേശീയ വികസന സമിതിയുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവും ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പകരം രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ. ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത്. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ചുവടെ തന്നിരിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തുന്ന നികുതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വസ്തുനികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നതല്ലേ? അതെ. ഇനിയോ തൊഴിൽ നികുതിയോ? അതെ. ഇനിയോ ഓപ്ഷൻ സി ഭൂനികുതിയോ? ഈ ഭൂനികുതിയാണ് ഏത് വരാത്തത്. ഭൂനികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതിയിൽ ഉൾപ്പെടാത്തതാണ്. ഓക്കെ അല്ലേടാ? യെസ്. ഇനിയോ 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ആൽഫ്രഡ് മാർഷലിന്റെ സാമ്പത്തിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഇതിൽ സമ്പത്ത് ആത്യന്തികമായി മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാകണം. അത് ആൽഫ്രഡ് മാർഷലിന്റെ സാമ്പത്തിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. എന്താണ്? സമ്പത്ത് ആത്യന്തികമായി മനുഷ്യക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? രണ്ടാമത്തെ പ്രസ്താവന യെസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതാകണം. അതും ആൽഫ്രഡ് മാർഷലിന്റെ സാമ്പത്തിക ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയോ പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം. അത് ആൽഫ്രഡ് മാർഷലിന്റെ അല്ല. ഇതിൽ ശരിയായ പ്രസ്താവന പറയുന്നത് 1ഉം 2ഉമാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പദ്ധതിക്ക് സാമ്പത്തിക ആസൂത്രണവും ശരിയായ വിഭവ വിനിയോഗവും അത്യന്താവശ്യമാണ്. അതും ആൽഫ്രഡ് മാർഷലിന്റെ അല്ല. ഇതിൽ ആൽഫ്രഡ് മാർഷലിന്റെ സാമ്പത്തിക ആശയങ്ങൾ ഏതാണ്? 1ഉം 2ഉം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനിയോ നെക്സ്റ്റ് 35ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ യെസ്, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് കൂട്ടുകാരെ? അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേടാ? ഇനി നമ്മൾ PSC ചോദിക്കാറുണ്ട് ഏത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. എങ്കിൽ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന ഏതാണ്? അത് 9ാം പഞ്ചവത്സര പദ്ധതി. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേടാ? എങ്കിൽ 36ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി. ഓക്കെ, ചേരുംപടി ചേർത്തൂടെ? ഇതിൽ ഒന്നാമത്തെ എന്താണ്? ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണം അത് 1 യെസ് അനുച്ഛേദം 29 ആണ്. അനുച്ഛേദം ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണം ആർട്ടിക്കിൾ 29. ഇനി രണ്ടാമത്തത് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം. ഏതാണ്? മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 26. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് വെച്ചോ. അപ്പം മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 26. ഇനി മൂന്നാമത്തത് എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണ അവകാശം ആർട്ടിക്കിൾ 21. എന്താണ്? ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണ അവകാശം ആർട്ടിക്കിൾ 21. ഇനിയോ നാലാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ജോലികളിലുള്ള തുല്യ അവകാശം. സർക്കാർ ജോലികളിലുള്ള തുല്യ അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അത് 16 ഏതാണ്? 16. ഓക്കെ, ഇത് പഠിച്ചോ. ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണം ആർട്ടിക്കിൾ 29. മതപരമായ
മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26. ഇനിയോ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണാവകാശം ആർട്ടിക്കിൾ 21. സർക്കാർ ജോലികളിലുള്ള തുല്യ അവകാശം ആർട്ടിക്കിൾ 16. ഓക്കെ അല്ലേടാ? അപ്പം ശരിയായ ഉത്തരം 36 ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി 1C 2A 3D 4B. ഓക്കെ യെസ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 73ാം ഭേദഗതി അനുസരിച്ച് പഞ്ചായത്തിലെ എല്ലാ സീറ്റുകളിലേക്കും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിനും പട്ടിക വിഭാഗ സംവരണത്തിനും ആകെ സീറ്റുകളിൽ എത്ര ഭാഗം സ്ത്രീകൾക്കായി മാറ്റിവെക്കണമെന്നാണ്. 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്തിലെ എല്ലാ സീറ്റുകളിലേക്കും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിനും പട്ടിക വിഭാഗ സംവരണത്തിനും ആകെ സീറ്റുകളിൽ എത്ര ഭാഗം സ്ത്രീകൾക്കായി മാറ്റിവെക്കണം? ആകെ ഭാഗത്തിന്റെ 1/3 ഭാഗം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്തിലെ എല്ലാ സീറ്റുകളിലേക്കും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിനും പട്ടിക വിഭാഗ സംവരണത്തിനും ആകെ സീറ്റുകളിൽ എത്ര ഭാഗം സ്ത്രീകൾക്കായി മാറ്റിവെക്കണം? 1/3. ഓക്കെ. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് വായിക്കാം. 1ാമത്തെ പ്രസ്താവന, ഒരു രാഷ്ട്രത്തിന്റെ സംഘാടനവും പ്രവർത്തനവും സംബന്ധിച്ച അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. അത് ശരിയായ പ്രസ്താവനയാണ്. എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ? ഒരു രാഷ്ട്രത്തിന്റെ സംഘാടനവും പ്രവർത്തനവും സംബന്ധിച്ച അടിസ്ഥാന പ്രമാണമാണ് ആ രാജ്യത്തിന്റെ ഭരണഘടന. ഓക്കെ. ഇനി 2ാമത്തെ പ്രസ്താവന, 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2ാമത്തെ പ്രസ്താവന എന്താണ്? രാഷ്ട്രത്തിന്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവവുമുള്ളതാണ്. 2ാമത്തെ പ്രസ്താവനയും ശരിയാണ്. എങ്കിലോ 3ാമത്തെ പ്രസ്താവന, യഥാർത്ഥത്തിൽ ജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഒരു ജനാധിപത്യ ഭരണഘടന പ്രതിഫലിപ്പിക്കുന്നത്. ശരിയല്ലേ? ഒരു ജനാധിപത്യ ഭരണഘടന പ്രതിഫലിപ്പിക്കുന്നത് ആ രാജ്യത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളാണ്. അതും ശരിയായ പ്രസ്താവന. 3 ശരിയായ പ്രസ്താവനയാണ്. ഇനി 4, ഒരു രാജ്യത്തിന്റെ ഭരണഘടന എന്നാൽ അത് ആ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ശരിയല്ലേ? അതും ശരിയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണഘടന ആ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ. എങ്കിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 39ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പാർലമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ചുമതലകൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്? താഴെ തന്നിരിക്കുന്നതിൽ പാർലമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇനിയോ 1ാമത്തത്, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുന്നു. ശരിയല്ലേടാ? അത് ശരിയാണ്. ഭരണഘടനാ വകുപ്പിൽ കാലാനുസരണം മാറ്റം വരുത്തൽ അത് തെറ്റാണ്. അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചുമതലയല്ലേ? അത് ശരിയാണ്. അപ്പം കാര്യനിർവഹണത്തിന്റെ ചോദ്യങ്ങൾ ഉന്നയിക്കലോ അതും കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചുമതലയിലാണ്. അപ്പം ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ, ചോദ്യങ്ങൾ ഉന്നയിക്കൽ എന്നിവ പാർലമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. എങ്കിൽ 40ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 40ാമത്തെ ക്വസ്റ്റ്യൻ, യെസ്, 40ാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ പ്രസ്താവന, മൗലിക ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 4A. ഇനിയോ ഒരു രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പം എന്താണിടാ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. അത് ശരിയായ പ്രസ്താവനയാണ്. എങ്കിൽ 3ാമത്തെ പ്രസ്താവന എന്താണ്?
മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A ഉൾപ്പെട്ടിരിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഈ 3 പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. അപ്പം മൗലിക കർത്തവ്യങ്ങൾ എന്താണ്? ഭരണഘടനയുടെ ഭാഗം 4A ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ 41ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 41ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ്? അത് ആരാണ്? യെസ്, ആർ ബിന്ദു. ആരാണ്? ആർ ബിന്ദു. ഇനി എന്താണ് ഒരു അർദ്ധ നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. എന്താണ് ഒരു അർദ്ധ നീതിന്യായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്തുകൊണ്ടിടാം. ഏത് ഭരണസമിതിക്കെതിരെയും പരാതി സ്വീകരിക്കുക, അത് ഒരു അർദ്ധനീതിന്യായ സ്ഥാപനയുടെ പ്രവർത്തനം. ശരിയായ പ്രസ്താവനയാണ്. എന്താണ് ഒരു അർദ്ധനീതിന്യായ സ്ഥാപനം? ഏത് സമിതിക്കെതിരെയും പരാതി സ്വീകരിക്കുകയോ ഇനിയോ പരാതി പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക, അത് ഒരു അർദ്ധനീതിന്യായ സ്ഥാപനത്തിന്റെ പ്രവർത്തനമാണ്. ഇനിയോ നിയമപരമായി പിഴ ചുമത്താനും ശിക്ഷിക്കുവാനുള്ള അവകാശം ഉണ്ട്. ഇനിയോ ബന്ധപ്പെട്ട കക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുക, അതും ഒരു അർദ്ധനീതിന്യായ സ്ഥാപനത്തിന്റെ പ്രത്യേകത വരുന്നു. ഈ 4 ശരിയായ പ്രസ്താവനയാണ്. അതായത് ഏത് ഭരണസമിതിക്കെതിരെയും പരാതി സ്വീകരിക്കുക, പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കുക, നിയമപരമായി പിഴ ചുമത്താനും ശിക്ഷ വിധിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ബന്ധപ്പെട്ട കക്ഷിയിൽ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുക എന്നിവയെല്ലാം ഒരു അർദ്ധനീതിന്യായ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അപ്പം 42 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ PSC ടിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അത് രാത്രി 10 മണി തൊട്ട് 11 മണി വരെ ഫ്രീ ആയിട്ട് നടക്കുന്ന ലൈവ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സി യു.